ഇന്ത്യ സാങ്കേതികവിദ്യയിൽ വളരെ മുന്നോട്ട് പോകുമോ എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു സമയം. രാജീവ് ഗാന്ധിയെ പോലെയുള്ളൊരു പൈലറ്റ് രാജ്യം ഭരിക്കുന്നു. സാം പിട്രോഡയെ പോലുള്ള വലിയ ബൗദ്ധികമായ ബുദ്ധിരാക്ഷസന്മാർ കൂടെയുണ്ട്. കമ്പ്യൂട്ടറൈസേഷനെക്കുറിച്ച് ഗൗരവമായി രാജ്യം ചിന്തിക്കുന്നു. 18 വയസ്സായവർക്ക് വോട്ട് കൊടുക്കുന്നു, വോട്ടെടുപ്പിന് കൊടുക്കുന്നു. വലിയ തോതിൽ തിരിച്ചറിയൽ കാർഡുകളെക്കുറിച്ച് ചിന്തിക്കുന്നു, ആധാർ പോലുള്ള തിരിച്ചറിയൽ കാർഡുകളെക്കുറിച്ച് ചിന്തിക്കുന്നു. രാജ്യത്ത് വലിയ സാങ്കേതികമായ മുന്നേറ്റമുണ്ടാക്കുന്നു. അങ്ങനെ സാങ്കേതികമായി സാമ്പത്തികമായ മുന്നേറ്റമുണ്ടാക്കിയ രാജ്യത്തെ മറ്റൊരു ഹൈപ്പിലേക്ക് കൊണ്ടുപോകാൻ രാജീവ് ഗാന്ധിയുടെ നേതൃത്വം തീരുമാനിക്കുന്നു. അങ്ങനെ തീരുമാനിച്ചപ്പോഴാണ് യാതൊരു കാരണവുമില്ലാതെ, അതുവരെ ശ്രീലങ്കയുടെ പുലികളുടെ വിഷയമൊന്നും ഒരു വിഷയമായിരുന്നില്ല. ശ്രീലങ്കയിൽ കുറച്ച് പുലികളുടെ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ പുലിപ്രഭാകരനടക്കമുള്ള ആളുകളുടെ കുറേ പ്രശ്നങ്ങൾ, വംശീയ പ്രശ്നങ്ങൾ ശ്രീലങ്കയിൽ എല്ലാ കാലത്തും ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള ഒരു വിഷയത്തെ വലുതാക്കി ശ്രീപെരുമ്പദൂർ, തമിഴ്നാട്ടിലെ ശ്രീപെരുമ്പദൂറിൽ വെച്ച് രാജീവ് ഗാന്ധിയെ കൊല്ലാനിടയായ ആഗോള സാഹചര്യം എന്താണ്? ഇത് നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ ഗുരുതരമായ ഒരു രാഷ്ട്രീയ, സാമ്പത്തിക, ഭൗമരാഷ്ട്രീയത്തിലെ ഇപ്പോഴും പിടികിട്ടാത്തൊരു ചോദ്യമാണ്. തമിഴ്നാട്ടിലെ കുറച്ച് സ്ത്രീകളും അല്ലെങ്കിൽ തമിഴ്നാട്ടിലെ കുറച്ച് ചെറുപ്പക്കാരും വിചാരിച്ചാൽ ശ്രീലങ്കയിലെ പ്രശ്നത്തിന് രാജീവ് ഗാന്ധിയെ കൊണ്ടതുകൊണ്ട് പരിഹാരമുണ്ടാകുമോ? എങ്ങനെയാണ് ശ്രീലങ്കൻ പ്രശ്നത്തെ അങ്ങനെ ഒരു അന്താരാഷ്ട്ര തലത്തിലേക്ക് മാറ്റിയെടുത്തതിൽ അമേരിക്കയുടെ പങ്കെന്താണ്? വളരെ കൃത്യമായൊരു ചോദ്യം ആ കാലഘട്ടം മുതൽ നാളിതുവരെ ചോദിച്ചെങ്കിലും ഒരു ഉത്തരവും നമുക്ക് കിട്ടിയിട്ടില്ല. ഞാനിത് പറഞ്ഞു വരുന്നത്, ഭരണാധികാരികൾ വളരെ ലൈം ലൈറ്റിലേക്ക് വരുമ്പോൾ, അവർ ലോക ശ്രദ്ധയിലേക്ക് വരുമ്പോൾ, അവരെ ഭൗതികമായി കൈകാര്യം ചെയ്യാനുള്ള പരിപാടികൾ ലോകത്തെല്ലായിടത്തും നടന്നിട്ടുണ്ട്. സദ്ദാം ഹുസൈൻ്റെ കൊന്നതാകട്ടെ, അല്ലെങ്കിൽ മരണമാകട്ടെ, ഇങ്ങനെ ആരെ വേണോ നിങ്ങൾ എടുത്തോളൂ. ലോകത്ത് വളരെ വലിയ രീതിയിൽ ഉയർന്നു വന്നു കഴിഞ്ഞാൽ അവരെ കൊല്ലുന്നതിന്, ഭൗതികമായി ഇല്ലാതാക്കുന്നതിനുള്ള ശ്രമങ്ങൾ വളരെ വലിയ തോതിൽ നടക്കാറുണ്ട്. അതിൽ മുന്നിൽ നിൽക്കുന്ന രാഷ്ട്രം തന്നെയാണ് അമേരിക്ക. അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഒന്നുകിൽ ഇപ്പോൾ ഈ ശ്രീലങ്കൻ വിഷയത്തെ ഒരു ആഗോള വിഷയമാക്കി മാറ്റുന്നതിലും അത് രാജീവ് ഗാന്ധിക്കെതിരെ തിരിക്കുന്നതിലുമൊക്കെ അമേരിക്കൻ ചാരസംഘടനകൾക്കും അമേരിക്കയ്ക്കൊക്കെ വലിയ പങ്കുണ്ടെന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. പക്ഷേ അതൊന്നും ആരും ചർച്ച ചെയ്തു പോകുന്നില്ല എന്നുള്ളൊരു വളരെ ഖേദകരമായ കാര്യമാണ്. ഞാൻ ഈ ചരിത്ര പശ്ചാത്തലം പറഞ്ഞത്, ചൈനയിൽ വച്ച് നടന്ന സമ്മേളനത്തിലേക്ക് പോയല്ലോ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയും റഷ്യയുടെ വ്ളാഡിമിർ പുടിനും പോയിരുന്നു. എന്തുകൊണ്ട് വളരെ പെട്ടെന്ന് വളരെ വലിയ സൗകര്യങ്ങളുള്ള ചൈനയിൽ, നമ്മെപ്പോലുള്ള രാജ്യമല്ലല്ലോ, എല്ലാവിധ രഹസ്യ സംവിധാനങ്ങളുമുള്ള രാജ്യത്ത്, എല്ലാവിധ ഹോട്ടൽ സംവിധാനവുമുള്ള രാജ്യത്ത്, മാത്രമല്ല പ്രധാനമന്ത്രി പ്രസിഡന്റിൻ്റെയൊക്കെ വസതികളെന്നൊക്കെ പറഞ്ഞാൽ വളരെ വിപുലവും വിശാലവുമാണ്. നമ്മുടെ രാജ്യത്തെ പോലൊന്നുമല്ല. അത്രയും വിപുലവും വിശാലവുമായ പരസ്യവും രഹസ്യവുമായ സങ്കേതങ്ങൾ ഉണ്ടായിട്ട് എന്തുകൊണ്ട് വ്ളാഡിമിർ പുടിൻ്റെ കാറിനകത്തേക്ക് പോയിരുന്ന് നരേന്ദ്രമോദി 1 മണിക്കൂർ സംസാരിച്ചു? വളരെ ഗുരുതരമായ ഒരു വിഷയമാണത്. ലോകം ഈ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ്. അങ്ങനെ പോയിരുന്ന് സംസാരിച്ചപ്പോൾ ഈ 50 മിനിറ്റിന് മുമ്പ്, പോയി സംസാരിക്കുന്ന 50 മിനിറ്റിന് മുമ്പ് എന്താണ് നരേന്ദ്രമോദിയുടെ സുരക്ഷാ ഭടന്മാർക്കും അത് വ്ളാഡിമിർ പുടിൻ്റെ സുരക്ഷാ ഭടന്മാർക്കും കിട്ടിയ ലോക മെസ്സേജ് എന്താണ്? നരേന്ദ്രമോദിയുടെ ജീവന് അപകടമുണ്ടായിരുന്നോ? ഇന്ത്യൻ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ നരേന്ദ്രമോദിയുടെ ജീവൻ അപകടമുണ്ടായിരുന്നോ? അങ്ങനെ നരേന്ദ്രമോദിയുടെ ജീവൻ അപകടമുണ്ടായിരുന്നെങ്കിൽ അത് മണത്തറിഞ്ഞിട്ട്, അല്ലെങ്കിൽ അത് സ്മെല്ല് ചെയ്തിട്ടാണോ ഈ കാറിലേക്ക് കയറ്റിയതും 1 മണിക്കൂറിനകം ബാക്കി സുരക്ഷാ കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം പ്രധാനമന്ത്രി കയറേണ്ട കാറിൽ കയറിയത് എന്നൊരു ചോദ്യം ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് രാജ്യത്ത് പലയിടങ്ങളിലും. നമ്മളിവിടെ PM ശ്രീ പോലുള്ള മറ്റ് പല പദ്ധതികളും CPI CPM തർക്കത്തിലൊക്കെ നിൽക്കുന്നത് കൊണ്ടാണ് ഈ വിഷയം അങ്ങനെ ഗൗരവമായിട്ട് ചാനലുകളൊന്നും വരാത്തത്. പക്ഷേ ഇങ്ങനെ ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ നരേന്ദ്രമോദിയെ ഭൗതികമായി കൈകാര്യം ചെയ്താലും അത്ഭുതമില്ല. കാരണം ഇന്ത്യ ഒരു റൈസിങ് ഇന്ത്യ എന്നുള്ള നിലയിൽ ഇന്ത്യ പല കാരണങ്ങളാൽ, അത് ഈ റൈസിങ് ഇന്ത്യ എന്ന് പറയുമ്പോൾ നരേന്ദ്രമോദിയുടെ മാത്രം ഒരു ഭരണ നേട്ടമായിട്ടല്ല. അതിപ്പോൾ കഴിഞ്ഞ കുറേ വർഷമായി ഭാരതത്തിൽ നടന്ന, പ്രത്യേകിച്ച് മൻമോഹൻ സിംഗിൻ്റെ ഭരണത്തിന് ശേഷമുണ്ടായ നവ ലിബറൽ നയങ്ങളിലുമൊക്കെ പല ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ വന്നാണ് ഇതിനെ കൾമിനേറ്റ് ചെയ്ത് വന്നത്. അല്ലാതെ ഒരു ദിവസം രാവിലെ കൊണ്ട് വന്നതല്ലല്ലോ, അല്ലെങ്കിൽ 8-10 വർഷത്തെ ഭരണം കൊണ്ട് മാത്രം വന്നതല്ല. പക്ഷേ ഇങ്ങനെ വന്നു. ഇപ്പോൾ അതിൻ്റെ ഒരു
കൾമിനേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഹൈപ്പിലേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ നരേന്ദ്രമോദിയെ കൈകാര്യം ചെയ്യുക എന്നുള്ള ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നുവോ എന്നൊരു ചർച്ച ലോകത്ത് നടക്കുന്നുണ്ട്. ആ ചർച്ചയിലാണ് റഷ്യൻ പ്രസിഡന്റ്, പ്രത്യേകിച്ച് നരേന്ദ്രമോദിക്ക് അവിടെ കൊടുത്തിരുന്ന വാഹനം, അത് മോശമാണെന്ന് പറയാൻ പറ്റത്തില്ല, വാഹനം സുരക്ഷയില്ലാതെ, പക്ഷേ കുറച്ചുകൂടി സുരക്ഷിതമായ വാഹനം ആയിരുന്നു, അല്ലെങ്കിൽ ഒരു സംവിധാനമായിരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഉണ്ടാവുന്നത്. കാരണം അദ്ദേഹം യുക്രൈൻ യുദ്ധമുള്ളത് കൊണ്ടും അദ്ദേഹം അമേരിക്കയുടെ വലിയ ശത്രുവായി നിൽക്കുന്നത് കൊണ്ടും അദ്ദേഹത്തിന് ഭയങ്കരമായ സുരക്ഷയാണ് ലോകത്തെവിടെ പോയാൽ. അത്രയും ഭയങ്കര സുരക്ഷിതത്വമുള്ള ആ കാറായാലും സംവിധാനങ്ങളായാലും ഒക്കെ വളരെ വലിയ ബുള്ളറ്റ് പ്രൂഫ് എന്നൊന്നും പറഞ്ഞാൽ പോരാ, അത്രയ്ക്ക് വലിയ സംവിധാനമാണ്. ആ സംവിധാനമുള്ള വാഹനത്തിലേക്ക് നരേന്ദ്രമോദി മാറിയിരുന്ന് ചർച്ച ചെയ്തത്, അതും 1 മണിക്കൂർ 10 മിനിറ്റോ 5 മിനിറ്റോ. സാധാരണ രാഷ്ട്ര നേതാക്കളൊക്കെ 15 മിനിറ്റ് 20 മിനിറ്റൊക്കെയാണ് ചർച്ച ചെയ്തത്. ഇത് 50 മിനിറ്റ് നേരം, ഏകദേശം 1 മണിക്കൂർ നേരം വ്ളാഡിമിർ പുടിൻ്റെ കാറിൽ നരേന്ദ്രമോദി ഉണ്ടായിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് 1 മണിക്കൂർ കെട്ടിടങ്ങളിൽ നിന്ന് മാറി റോഡിലെ കിടന്ന, അല്ലെങ്കിൽ റോഡിൻ്റെ സൈഡിൽ കിടന്ന കാറിലേക്ക് ഇദ്ദേഹം മാറി? മാത്രമല്ല, കാറിലേക്ക് മാറി എന്നുള്ള വാർത്ത അങ്ങനെ അപ്പോൾ പുറത്ത് വന്നുമില്ല. അപ്പോൾ നരേന്ദ്രമോദി 1 മണിക്കൂർ എവിടെയാണെന്നറിയില്ല. അദ്ദേഹം പെട്ടെന്നാണ് ഈ കാറിലേക്ക് പോയി, വ്ളാഡിമിർ പുടിൻ്റെ കാറിലേക്ക് പോയി അതിനകത്തിരുന്ന് ചർച്ച നടത്തിയത്. അപ്പോൾ തീർച്ചയായും ഇത് വളരെ ഗൗരവതരമായ ഒരു ആഗോള തരത്തിലുള്ള ഒരു ഗൂഢാലോചനയുടെ പൊളിയലാണ് ഇവിടെ കണ്ടത്. തീർച്ചയായിട്ടും എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭരണാധികാരികൾ, അതിപ്പോൾ രാജീവ് ഗാന്ധിയുടെ വിഷയമെടുത്താലും ഇന്ദിരാഗാന്ധിയുടെ വിഷയമെടുത്താലും, ഇന്ദിരാഗാന്ധിയെ വെടിവെച്ച് കൊല്ലുന്ന കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ വെടിവെച്ച് കൊന്നു എന്ന് പറയുമ്പോഴും അതിൻ്റെ പിന്നിലുള്ള ആഗോള താല്പര്യം എന്താണ്? ഓരോ ഭരണാധികാരികളുടെയും മരണത്തിലുള്ള ആഗോള താല്പര്യം എന്താണ്? സഞ്ജയ് ഗാന്ധി ഫ്ലൈറ്റ് അപകടത്തിൽ മരിച്ചു, വിമാന അപകടത്തിൽ മരിച്ചു എന്ന് പറയുന്നു. ആരാണ് അതിൻ്റെ പിന്നിൽ? വളരെ ഗൗരവമാണ്. ഇത് സ്വാതന്ത്ര്യ സംരക്ഷണ സമര കാലഘട്ടത്തും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനം ഇപ്പോഴും ഒരു അജ്ഞാതമായി നിൽക്കുന്നതാണ്. അദ്ദേഹം പിന്നെ ജപ്പാനിൽ നിന്ന് വെച്ച അപകടത്തിൽ മരിച്ചു എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് മരിച്ചത് സുഭാഷ് ചന്ദ്രബോസ്? ഇപ്പോഴും അത് വലിയ ഒരു നിഗൂഢതയാണ്. പിന്നെ ഇന്ത്യയിൽ വന്നെന്നും സന്യാസിയായെന്നും പിന്നെ കാവ്യ സ്വീകരിച്ചും അങ്ങനെ വളരെ വർഷം കഴിഞ്ഞാണ് മരിച്ചതെന്നൊക്കെ പറഞ്ഞ ഒരുപാട് കഥകളുണ്ട്. പക്ഷെ എല്ലാ കഥകൾക്കും അപ്പുറം എങ്ങനെയാണ് സുഭാഷ് ചന്ദ്രബോസ് മരിച്ചുപോയത് എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കഥയാണ്. അപ്പോൾ അതിപ്പോഴും നിഗൂഢമാണ്. ഇങ്ങനെ ലോകത്തെ വിറപ്പിച്ച നേതാക്കൾ, അല്ലെങ്കിൽ ലോകത്തിന് ഭീതി ഉണ്ടാകുന്ന നേതാക്കൾ, ഭീഷണിയായി ഉയർന്നു വരുന്ന ലോക നേതാക്കളെ ഇല്ലായ്മ ചെയ്യുക, ഭൗതികമായി ഇല്ലായ്മ ചെയ്യുക എന്നൊരു രീതി കൂടി ലോകത്ത് കണ്ടുവരുന്നുണ്ട്. അതനുസരിച്ച് ഈ വ്ളാഡിമിർ പുടിൻ്റെ വാഹനത്തിൽ കയറിയ മോഡി സ്വയം രക്ഷാർത്ഥം കയറിയതാണോ, അതോ കൂടെയുള്ള സുരക്ഷാ ഭടന്മാരുടെയും ഇൻ്റലിജൻസ് ഏജൻസികളുടെയും നിർദ്ദേശപ്രകാരം കയറിയിരുന്നതാണോ? ആ 1 മണിക്കൂർ നേരം കൊണ്ട് മോഡിയുടെ സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നുകൂടി ബലപ്പെടുത്തിയതാണോ എന്നുള്ളൊരു ചോദ്യം വളരെ കൃത്യമാണ്. അതിനുത്തരം നമുക്ക് തേടേണ്ടതുണ്ട്. എന്തായാലും ഇന്ത്യയുടെ ഈ ഒരു വളർച്ചയിൽ അമേരിക്ക വലിയ അസ്വസ്ഥപ്പെട്ടിരിക്കുന്നു. ചൈനയും മറ്റ് രാജ്യങ്ങളുമൊക്കെ അസ്വസ്ഥപ്പെട്ടിട്ടുണ്ട്. ആ അസ്വസ്ഥത ഭൗതികമായി പ്രധാനമന്ത്രിമാരെയും പ്രസിഡന്റുമാരെയും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട വ്യക്തികളെയും നശിപ്പിക്കുന്ന നിലയിലേക്ക്, ഭൗതികമായി ഇല്ലാതാക്കുന്ന നിലയിലേക്ക് നീങ്ങുമോ? ചരിത്രം അങ്ങനെ പലതും ചെയ്തിട്ടുണ്ട്. ഇവിടെ ചരിത്രം തനിയാവർത്തനമായി മാറുമോ?